Hello, my dear students. Welcome back to our class. Today we're going to see an essay, India's Women, The Mixed Truth, which is written by Amartya Kumar Sen. ഇതൊരു എസ്സേ ആണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2013 വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ന്യൂയോർക്ക് റിവ്യൂ ഓഫ് ബുക്സ്. ഇതിനകത്ത് കുറേ റീസൺസ് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് വയലൻസ് അഗൻസ്റ്റ് വിമൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അതിൻ്റെ പോസിബിൾ റീസൺസ് ആണ് അദ്ദേഹം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അമർത്യ സെൻ വാസ് എ നോബൽ ലോറേറ്റ് ഇൻ എക്കണോമിക്സിൽ നോബൽ ലോറേറ്റ് ആണ് അദ്ദേഹം. ആൻഡ് ഒരു കെമിസ്ട്രി പ്രൊഫസറിൻ്റെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. ബംഗാളി ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിലും എബ്രോഡും ഒക്കെ ആയിട്ട് അദ്ദേഹം എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞു. എക്കണോമിക്സ് ആണ് അദ്ദേഹത്തിൻ്റെ മേജർ എന്ന് പറയുന്നത്. കേംബ്രിഡ്ജിലും ഹാർവാർഡിലും ഒക്കെ അദ്ദേഹം പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ് അമർത്യ സെൻ എന്നാണ് അദ്ദേഹത്തെ നമ്മൾ പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള തിയറീസിനും ഫിലോസഫിക്ക് എക്കണോമിക്സിനൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ റൈറ്റർ അമർത്യ കുമാർ സെൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറീസ് ഒക്കെ തന്നെ ഒരുപാട് ഭയങ്കര കീൻ ഇൻസൈറ്റ് നമുക്ക് തരുന്ന ഒരുപാട് തിയറീസ്, എക്കണോമിക് തിയറീസ് അദ്ദേഹം ഒരുപാട് അതിൻ്റെ എന്താണ് അതൊക്കെ ക്രിയേറ്റ് ചെയ്ത ആൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുന്ന ഒരാളാണ് ഇദ്ദേഹം. അദ്ദേഹം ഒരുപാട് അമർത്യ കുമാർ സെൻ ഒരുപാട് സ്ത്രീകളുടെ ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഓക്കെ, അദ്ദേഹം സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ്, പ്രത്യേകിച്ച് ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് എന്തൊക്കെ ഇഷ്യൂസ് ആണുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ എപ്പോഴും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ആൾ തന്നെയാണ് അമർത്യ കുമാർ സെൻ. ആൻഡ് ഇവിടെയും നമ്മൾക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന ഈ ചാപ്റ്റർ ഇന്ത്യാസ് വിമൻ ദ മിക്സഡ് ട്രൂത്ത് എന്ന് പറയുന്ന എസ്സേയിലും ഇദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ തന്നെയാണ്. സ്ത്രീകളുടെ ഡിഫിക്കൽട്ടീസ്, വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ് ഫേസ് ബൈ വിമൻ ഇൻ എ പേട്രിയാർക്കൽ സൊസൈറ്റി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പോസിബിൾ റീസൺസ് ആണ് അദ്ദേഹം നമുക്ക് കാണിച്ചു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വയലൻസ് എഗൻസ്റ്റ് വിമൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന വിഷയം. ഇവിടെ സ്ത്രീകൾക്ക് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദി ഡിഫിക്കൽട്ടീസ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് വയലൻസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് അദ്ദേഹം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് ഫീമെയിൽ സ്കൂളിംഗ് എന്ന് പറയുന്നത് വലിയൊരു ലിബറേറ്റിംഗ് ഫാക്ടർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ജെൻഡർ ഇൻഇക്വാളിറ്റി ഒക്കെ ഇല്ലാതാക്കാനായിട്ട് വളരെയധികം സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്ത ഒരു കാര്യം ഫീമെയിൽ സ്കൂളിംഗ് ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കിട്ടിയതാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ പോയിന്റ്സ് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇന്ത്യാസ് വിമൻ ദ മിക്സഡ് ട്രൂത്ത്, അമർത്യ സെൻ. ഇൻ ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്, ഡിസ്ട്രസിങ് ആസ്പെക്ട് ഓഫ് ജെൻഡർ ബയസ് ഇൻ ഇന്ത്യ ദറ്റ് ഷോസ് ലിറ്റിൽ സൈൻ ഓഫ് ഗോയിങ് അവേ ഇസ് ദ പ്രിഫറൻസ് ഫോർ ബോയ്സ് ഓവർ ഗേൾസ്. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് വളരെയധികം ബോയ്സിന്, അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ബോയ് ചൈൽഡ്, ഗേൾ ചൈൽഡ്, അതിൽ ബോയ് പ്രിഫറൻസ് കുറച്ച് കൂടുതലാണ് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം നമ്മുടെ ആൾക്കാരുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു മെൻ്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത് തന്നെ ഫസ്റ്റ് ചൈൽഡ് ഷുഡ് ബി എ മെയിൽ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഫാമിലീസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് എന്തോ ഒരു അവരെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു നേട്ടമായിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ചൈൽഡ് ബോയ് ആണെങ്കിൽ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ആ കുട്ടി നോക്കിക്കോളും, വളർന്നു വരുമ്പോൾ നോക്കിക്കോളും എന്നും, പെൺകുട്ടിയാകുമ്പോൾ ഒരു ബേർഡൻ ആണ് എന്ന് വിശ്വസിക്കുന്ന ഫാമിലീസ് ഒരുപാട് ഉണ്ട്. നമ്മൾ എത്ര അഡ്വാൻസ് എന്ന് പറഞ്ഞാലും അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയ്ക്ക് തന്നെ ഉണ്ട്. അങ്ങനെ അല്ലാതെ വളരെ ബ്രോഡായിട്ട് ചിന്തിക്കുന്ന, ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു മിക്സ്ചറാണല്ലോ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണ്. അതായത് ബോയ് ചൈൽഡിന് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുന്ന ആൾക്കാർ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതൊരു വളരെ ജെൻഡർ ബയസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഇന്ത്യ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നു, വൺ ഓഫ് ദ മോസ്റ്റ് പെർനീഷ്യസ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദിസ് പ്രോ മെയിൽ ബയസ് is the relatively higher mortality rates of girls compared with boys, not because girls are killed, but mainly because of the quite violence of the neglect of their health and illness in comparison with the attention that male children receive. പലപ്പോഴും ഫാമിലീസിൽ, ചില ഫാമിലികളിലെങ്കിലും അദ്ദേഹം പറയുന്നു, മെയിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഒരു ബോയ് ചൈൽഡിന് കിട്ടുന്ന
അത്രയും ഒരു പ്രിഫറൻസ് ഈ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും പെൺകുട്ടികൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ നെഗ്ലെക്റ്റ് ചെയ്യപ്പെടുകയും നെഗ്ലെക്റ്റ് ചെയ്യപ്പെടുകയും എല്ലാ ഗേൾ ചൈൽഡിനെയും കൊന്നുകളയുന്നു എന്നുള്ളതല്ല വയലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഒരുപാട് ടൈപ്പ് ഓഫ് വയലൻസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അദ്ദേഹം പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന സമയത്ത്, ഇൽനെസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത്, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു അറ്റൻഷൻ ഒരു മെയിൽ ചൈൽഡിന് കിട്ടുന്നത് പോലെ അല്ല എന്നാണ് ഇദ്ദേഹം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സ്റ്റഡീസ് ഇതിനെക്കുറിച്ച് നടത്തപ്പെടുകയും അതിൻ്റെയൊക്കെ റിസൾട്ടിൻ്റെ ബേസിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും. ഈ പല സ്റ്റഡീസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മോർട്ടാലിറ്റി റേറ്റ്സ് ഓഫ് അഡൽട്ട് വിമൻ കാര്യമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് എബോവ് ദോസ് ഓഫ് മെൻ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സ്റ്റഡീസ് ഷോ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു മെയിൽ പ്രയോറിറ്റി ഇൻ കെയർ കണ്ടിന്യൂസ് ഫോർ അഡൽട്സ് ആസ് വെൽ ആസ് ചിൽഡ്രൻ. അഡൽട്സിനും ചിൽഡ്രനും ഈ ഒരു മെയിൽ പ്രയോറിറ്റി പല സ്ഥലത്തും കിട്ടുന്നതായിട്ടും അതുകൊണ്ട് തന്നെ അഡൽട്ട് വിമനിൻ്റെ മോർട്ടാലിറ്റി റേറ്റ്സിനൊരു റേസ് ഉള്ളതായിട്ടും അദ്ദേഹം പറയുന്നു. ആൻഡ് അദ്ദേഹം ഉപയോഗിക്കുന്ന വേർഡ് ബോയ് പ്രിഫറൻസ് എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് രാജ്യങ്ങളിൽ നമുക്കിത് കാണാം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു കാര്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ബോയ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഒരുപാട് കൺട്രീസിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നു. എക്സ്റ്റെൻഡിങ് ഫ്രം നോർത്ത് ആഫ്രിക്ക ആൻഡ് വെസ്റ്റ് ഏഷ്യ ടു സൗത്ത് ഏഷ്യ ഇൻക്ലൂഡിങ് ഇന്ത്യ ആൻഡ് ഈസ്റ്റ് ഏഷ്യ ഇൻക്ലൂഡിങ് ചൈന. സോ ഇവിടെ എല്ലാം ഈ ബോയ് പ്രിഫറൻസ്, ഈ ഒരു ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ബോയ് പ്രിഫറൻസ് വി ക്യാൻ ഫൈൻഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അല്ലേ? അതാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ്. ആൻഡ് ദാറ്റ് സച്ച് ഡിസ്ക്രിമിനേഷൻ ഹാസ് എ പ്ലേസ് ഇൻ എ ലാർജ് പാർട്ട് ഓഫ് ദ മോഡേൺ വേൾഡ്. ദിസ് ഈസ് എ ഡിസ്ട്രസിങ് ഫാക്ടർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ നമ്പർ ഓഫ് മിസ്സിംഗ് വിമൻ ക്യാൻ ബി ക്വൈറ്റ് ലാർജ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു മിസ്സിംഗ് വിമൻ എന്നുള്ള വേർഡ്, അതായത് മിസ്സിംഗ് വിമൻ്റെ നമ്പർ ഒരുപാട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു, അത് ക്വൈറ്റ് ലാർജ് ആണ് എന്ന് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് വെൻ ഐ റോട്ട് ഓൺ മിസ്സിംഗ് വിമൻ ഇൻ ദീസ് പേജസ് ഇൻ ഡിസംബർ 1990 ആൻഡ് ഓൾസോ ഇൻ ദ ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ, ഞാൻ മിസ്സിംഗ് വിമനെ കുറിച്ച് ഈ പേജസിൽ തന്നെ ഡിസംബർ 1990 എഴുതിയപ്പോൾ, ഈ പേജസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഈ എസ്സേ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ന്യൂയോർക്ക് റിവ്യൂ ഓഫ് ബുക്സിലാണ്. ഇതിൽ തന്നെ അദ്ദേഹം മുൻപ് 1990, അതായത് ഈ എസ്സേ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2013 ഇദ്ദേഹം സെയിം കേസ് മിസ്സിംഗ് വിമനെ കുറിച്ചിട്ട് ഒരു ആർട്ടിക്കിൾ എസ്സേ 1990 എഴുതിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം എഴുതിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഐ ബേസ് മൈ കൺക്ലൂഷൻ ഓൺ ഡേറ്റ അവൈലബിൾ അപ് ടു ദ 1980s വരെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ അന്ന് മിസ്സിംഗ് വിമനെ കുറിച്ച് എഴുതിയത്. 1990 ഞാൻ എഴുതിയെന്ന് പറയുന്നു. ദ മിസ്സിംഗ് വിമൻ കുഡ് ബി ഐഡന്റിഫൈഡ് ദെൻ ആസ് എ റിസൾട്ട് ഓഫ് ദ ഡിഫറൻസസ് ഇൻ മോർട്ടാലിറ്റി റേറ്റ്സ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. അപ്പോൾ ഇതെല്ലാം ഒരു കണക്കാണല്ലോ, റേഷ്യോ കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സോ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ അന്ന് മിസ്സിംഗ് വിമനെ കുറിച്ച് പറഞ്ഞത്. ആ നമ്പർ ഇന്ന് കൂടിയിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് കുറേയല്ല ചെയ്ത്. മിസ്സിംഗ് വിമൻ എന്താണ് മിസ്സിംഗ് വിമൻ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇനി പറയും. സോ ഒരു ഡിസ്ക്രിമിനേഷൻ എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അത് വളരെ റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഡിസ്ക്രിമിനേഷൻ പ്രത്യേകിച്ച് മെയിൻലി ഇൻ ഹെൽത്ത് കെയർ എഗൻസ്റ്റ് ഗേൾസ് ആൻഡ് വിമൻ എന്നാണ് പറയുന്നത്. സ്ത്രീകൾക്കെതിരെ അവരുടെ ഹെൽത്ത് കെയറിന് എഗൻസ്റ്റ് ആയിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഇന്ത്യയിൽ മാത്രമല്ല എന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. And over the last couple of decades, those kinds of discrimination have substantially declined in most of the countries I wrote about. And കഴിഞ്ഞ ഒരു ഡിക്കേഡ് എന്ന് പറയുന്നത് പീരീഡ് ഓഫ് 10 years ആണ്. സോ ഇദ്ദേഹം പറഞ്ഞു ഒരു ലാസ്റ്റ് കപ്പിൾ ഓഫ് ഡിക്കേഡ്സ് ആയിട്ട് ഏകദേശം 20 years ആയിട്ട് ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ കുറച്ച് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടല്ല. ഈവൻ ദോ ഫീമെയിൽ മോർട്ടാലിറ്റി സ്റ്റിൽ ഹയർ ദാൻ മെയിൽ മോർട്ടാലിറ്റി ഫോർ ചിൽഡ്രൻ ഇൻ മെനി ഇന്ത്യൻ സ്റ്റേറ്റ്സ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും പല ഇന്ത്യൻ സ്റ്റേറ്റ്സിലും ഇത് കുറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഫീമെയിൽ മോർട്ടാലിറ്റി ഇപ്പോഴും ഹയർ ആണ് മെയിൽ മോർട്ടാലിറ്റിയേക്കാൾ. മെയിൽ മരണനിരക്കിനേക്കാൾ അല്ലെങ്കിൽ പുരുഷന്മാരുടെ മരണനിരക്കിനേക്കാൾ സ്ത്രീകളുടെ മരണനിരക്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണെന്ന് അദ്ദേഹം പറയുന്നു. അത് ഒരുപാട് രാജ്യങ്ങളെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ചൈനയിലെ കേസ് പറയുന്നുണ്ട്. ഇന്ത്യയിലെ കേസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. സോ മുതിർന്ന സ്ത്രീകളുടെ മരണനിരക്ക് കൂടിയിട്ടുണ്ട് എങ്കിലും അദ്ദേഹം ഇവിടെ പറയുന്നത് സ്ത്രീകൾക്ക്, അതായത് കുഞ്ഞുങ്ങൾക്ക് ജനിക്കുന്ന സമയത്ത് പെൺകുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നു. വിമൻ നൗ ഹാവ് എ സബ്സ്റ്റാൻഷ്യലി ഹയർ ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് ദാൻ മെൻ. ജനിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബർത്ത് റേറ്റിൻ്റെ ഒരു റേഷ്യോ നോക്കുകയാണെങ്കിൽ കണക്കുകൾ വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. പെൺകുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ ലൈഫ് എക്സ്പെക്റ്റൻസി
ആൺകുഞ്ഞുങ്ങളെക്കാൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. എന്നാലും സിൻസ് ദ 1980s, the wide use of new techniques such as sonograms for determining the sex of fetuses has led to huge and growing numbers of selective abortions of female fetuses, offsetting the gains in declining difference in mortality rates. സോ അദ്ദേഹം ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ ഡിസംബർ 2003 ഡിസ്കസ് ചെയ്ത പോലെ എന്ന് അദ്ദേഹം പറയുന്നു. 2003 അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ. അദ്ദേഹം പറയുകയാണ് 1980s തൊട്ട് ഇങ്ങോട്ട് പുതിയ ടെക്നോളജിയുടെ ഒരു യൂസ് എന്ന് പറയുന്നത് സച്ച് ആസ് സൊണോഗ്രാം എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. ഇത് പ്രഗ്നന്റ് വിമണിൻ്റെ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റ് സൊണോഗ്രാഫി നമ്മൾ നടത്താറുണ്ട്. സൊണോഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഇമേജ് കിട്ടും നമുക്ക്. അൾട്രാസൗണ്ട് എക്സാമിനേഷനിലൂടെ അമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ ഒരു വിഷ്വൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് വെച്ചിട്ട് പഠനങ്ങളൊക്കെ നടത്താനായിട്ട് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹെൽത്തിനെ കുറിച്ചും ഒക്കെ ഉള്ള പഠനങ്ങൾ നടത്താനായിട്ട് ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. അതതിൻ്റെ പോസിറ്റീവ് സൈഡ് ആണെങ്കിൽ. സോ ഇതിൻ്റെ ഒരു വൈഡ് യൂസ് 1980s തൊട്ട് ഇങ്ങോട്ട് നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ് അദ്ദേഹം പറയുന്നത്. എന്തിനാണ്? ഫോർ ഡിറ്റർമിനിങ് ദ സെക്സ് ഓഫ് ഫീറ്റസസ്. കുഞ്ഞ് എന്താണ്, ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കരമായി യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് ഗ്രോയിങ് നമ്പേഴ്സ് ആണ്. ഇതിൻ്റെ എണ്ണം കൂടുതലാണ്. സോണോഗ്രാഫി അല്ലെങ്കിൽ സോണോഗ്രാംസ് ഉപയോഗിച്ച് കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് അറിയുകയും അതിനെ തുടർന്ന് സെലക്റ്റീവായിട്ടുള്ള അബോർഷൻസ് നടത്തപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഫീമെയിൽ ഫീറ്റസിൻ്റെ കാര്യമാണ് പറയുന്നത്. കുഞ്ഞിൻ്റെ സെക്സ് എന്താണെന്ന് അറിഞ്ഞിട്ട് ഫീമെയിൽ ആണെങ്കിൽ അതിനെ വേണ്ടാന്ന് വെക്കുന്ന ഒരു ടെൻഡൻസി 1980s തൊട്ട് ഇങ്ങോട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹം ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞു 2003. ഇവിടെ അദ്ദേഹം ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്, നേറ്റാലിറ്റി ഡിസ്ക്രിമിനേഷൻ എന്ന്. അദ്ദേഹം പറയുന്നു സെലക്റ്റീവ് അബോർഷൻ ഓഫ് ഫീമെയിൽ ഫേറ്റസസ്, അതിനെയാണ് നമ്മൾ വാട്ട് ക്യാൻ ബി കോൾ നേറ്റാലിറ്റി ഡിസ്ക്രിമിനേഷൻ. നേറ്റാലിറ്റി എന്നുള്ള വേർഡ് കൊണ്ട് ബർത്ത് റേറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ഈ സെലക്റ്റീവ് അബോർഷൻ തന്നെയാണ് അദ്ദേഹം നേറ്റാലിറ്റി ഡിസ്ക്രിമിനേഷൻ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെലക്റ്റീവ് അബോർഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഫീമെയിൽ ഫീറ്റസ് ആണെങ്കിൽ ആ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അത് ഈ ടെസ്റ്റിൻ്റെ റിസൾട്ടായിട്ടാണല്ലോ നമുക്ക് മനസ്സിലാവുന്നതും കുഞ്ഞ് എന്താണ് എന്നുള്ളത്. ശരിക്കും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നാണ് സ്കാനിങ് സെൻറ്റേഴ്സിലൊക്കെ എഴുതി വെച്ചിരിക്കും. കുഞ്ഞ് എന്താണ്, ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ അതിൻ്റെ സെക്സ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യില്ല, ആവശ്യപ്പെടരുത്, ഇത് ക്രൈമാണ് എന്നുള്ളത് എഴുതി വെച്ചിരിക്കും. ചെയ്യാൻ പാടില്ല എന്നാണ് ഇല്ലീഗലായിട്ട് പല സ്ഥലത്തും നടക്കുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. What can be called natality discrimination? So this is a kind of high-tech manifestation of preference for boys. അപ്പോൾ ഒരു ആൺകുഞ്ഞ് ഉണ്ടാവുമ്പോൾ അതിന് പ്രിഫറൻസ് കൊടുക്കുന്നത് പോലെ തന്നെയാണ് അമ്മയുടെ വയറ്റിനകത്ത് വെച്ച് തന്നെ ഈ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ട് അതിനോട് നമ്മളൊരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത്. Because of this counteracting influence, the proportion of missing women in the total population has not declined in many countries, including China and India. അപ്പോൾ ഇതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളോടുള്ള അല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങളോടുള്ള ഒരു നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മിസ്സിംഗ് വിമൻ്റെ നമ്പർ കുറയുന്നില്ല. കാരണം അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ ഈ കുഞ്ഞില്ലാതാവാണ്. മിസ്സിംഗ് വിമൻ്റെ കൂട്ടത്തിൽ അവരെ നമുക്ക് കൂട്ടാം അല്ലേ? കാരണം ആ കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്ന പോലുമില്ല, അവർ മിസ്സിംഗ് ആണ്, അവർ ലോകത്തേക്ക് വന്നിട്ട് പോലുമില്ല. വിമൻസ് എഡ്യൂക്കേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, which has been a very powerful force in reducing mortality discrimination against women and also in achieving other important social objectives such as the reduction of fertility rates, has not been able to eliminate, at least not at natality discrimination. വിമൻസ് എഡ്യൂക്കേഷൻ ഭയങ്കരമായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിന് പോലും ഈ നേറ്റാലിറ്റി ഡിസ്ക്രിമിനേഷൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എന്നാലും അതിൻ്റെ നല്ല വശങ്ങൾ അദ്ദേഹം കാണാതിരിക്കുന്നില്ല. അദ്ദേഹം കണ്ടിന്യൂ ചെയ്തു, സ്റ്റിൽ വി മസ്റ്റ് നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദി എഫക്ട്സ് ഓഫ് വിമൻസ് എഡ്യൂക്കേഷൻ. നമ്മൾ ഒരിക്കലും വിമൻ എഡ്യൂക്കേഷൻ്റെ വില ഇവിടെ കുറച്ച് കാണിക്കുകയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ദർ ഇസ് എ ഡെഫിനിറ്റീവ് എംപിരിക്കൽ എവിഡൻസ് അദ്ദേഹം പറയുന്നു. ഫാക്ച്വൽ ആയിട്ടുള്ള, എംപിരിക്കൽ മീൻസ് ഫാക്ച്വൽ അല്ലെങ്കിൽ ആക്ച്വൽ, റിയൽ എന്നുള്ള മീനിങ് ആണ്. എവിഡൻസ് നമുക്കുണ്ട്. സ്ത്രീകളുടെ ലിറ്ററസി അല്ലെങ്കിൽ സ്കൂളിംഗ് അത് ഒരുപാട് കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്സിനെ ഒരുപാട് കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ആൻഡ് പെൺകുഞ്ഞുങ്ങളുടെ ഹെൽത്തിനോടുള്ള അമ്മമാരുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി. അതൊക്കെ ഈ ഫീമെയിൽ എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ ലിറ്ററസിയുടെ, വിമൻസ് ലിറ്ററസിയുടെ സ്കൂളിങ്ങിൻ്റെ പാർട്ടാണ്. അതതിൻ്റെ പോസിറ്റീവ് സൈഡാണ്. ആൻഡ് ഒരുപാട് സ്ട്രോങ്ങസ്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ഓൾ റിലവൻറ്റ് കോസൽ ഫാക്ടേഴ്സ്, കോസൽ മീൻസ് ആക്ടിങ് ആസ് എ കോസ്, എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ പ്രേരണയാവുക എന്നുള്ളതാണ്. ഓക്കെ, ഇൻ കട്ടിങ് ഡൗൺ ഫെർട്ടിലിറ്റി റേറ്റ്സ്, ഒരുപാട് റീസൺസ് ഉണ്ട് എന്തുകൊണ്ടാണ് ഈ ഫെർട്ടിലിറ്റി റേറ്റ്സിന് കുറവുണ്ടായത് എന്നുള്ളതിൽ.
The reduction of fertility that has taken place throughout India and more sharply ഇവിടെ അദ്ദേഹം ബംഗ്ലാദേശിന്റെ കാര്യമാണ് പറയുന്നത് is clearly connected with the expansion of women's literacy which empowers women to have a stronger voice in family decisions. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇവിടെ അദ്ദേഹം ഷാർപ്ലി ബംഗ്ലാദേശിന്റെ കാര്യമാണ് പറയുന്നത്. സ്ത്രീകളുടെ ലിറ്ററസി അവരെ കൂടുതൽ എംപവർ ചെയ്തു, അവർക്ക് കൂടുതൽ പവർ കൊടുത്തു ഫാമിലീസിൽ. അതായത് ഫാമിലി ഡിസിഷൻസിലൊക്കെ തീരുമാനങ്ങൾ പറയാൻ സ്ത്രീകൾക്കൊരു വോയിസ് ഉണ്ടായത് ഈ വിമൻസ് ലിറ്ററസിയുടെ അല്ലെങ്കിൽ വിമൻസ് സ്കൂളിങ്ങിൻ്റെ പാർട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ബംഗ്ലാദേശിലൊക്കെ ഫോർ എക്സാമ്പിൾ ഹയസ്റ്റ് റേറ്റ്സ് ഓഫ് ചൈൽഡ് മാരേജസ് നടന്ന, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചൈൽഡ് മാരേജസ് ഒക്കെ നടന്ന ഒരു സ്ഥലമാണ്. ഗവൺമെൻറ് അത് ശരിക്കും പറഞ്ഞാൽ ഇല്ലാതാക്കാൻ ഏകദേശം ഒരു 2040 ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇങ്ങനത്തെ സിസ്റ്റംസ് ഒന്നും. സോ ഏകദേശം ഒരു 2041 വെച്ചിട്ടെങ്കിലും അത് ഇല്ലാതാക്കുക എന്നുള്ളൊരു പ്ലഡ്ജാണ് ഗവൺമെൻറ് അന്ന് എടുത്തത്. ആസ് ഓഫ് 2018 നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ദ പ്രൈം മിനിസ്റ്റർ, ദ സ്പീക്കർ ഓഫ് പാർലമെൻറ്റ്, ദ ലീഡർ ഓഫ് അപ്പോസിഷൻ, ഓൾ വെയർ വിമൻ. സോ അതൊക്കെ തന്നെ അവരുടെ ഒരു എന്താണ് വിമൻ എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ വിമൻ സ്കൂളിങ്ങിൻ്റെ ഒക്കെ ഒരു റിസൾട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഇവിടെ റൈറ്റർ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ ഇൻ ബിറ്റ്വീൻ പോയിന്റ്സ് പറഞ്ഞതേ ഉള്ളൂ. റൈറ്റർ പറയുന്ന കാര്യം നമുക്ക് നോക്കാം. സോ അദ്ദേഹം പറയുന്ന ബംഗ്ലാദേശിലെ കാര്യം പറഞ്ഞു. ഒരുപാട് സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ലൈഫ്സ് ദാറ്റ് ആർ മോസ്റ്റ് ബാറ്റേർഡ് ബൈ എക്സസീവ് ബിയറിംഗ് ആൻഡ് റിയറിംഗ് ഓഫ് ചിൽഡ്രൻ ആർ ദോസ് ഓഫ് യങ് വിമൻ. ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കേണ്ടി വരുന്നത് കൊണ്ട്, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഒക്കെ ഫാമിലീസിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് യങ് വിമൻ ആണ് അദ്ദേഹം പറയുന്നത്. കാരണം എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാതെ, നല്ല സ്കൂളിംഗ് ഒന്നും കിട്ടാതെ, ഹയർ എഡ്യൂക്കേഷൻ ഒന്നും പോകാൻ പറ്റാതെ ഒക്കെ ഫാമിലി ലൈഫിലേക്ക് പ്രവേശിക്കുമ്പോൾ, കുഞ്ഞുങ്ങളും കൂടെ ലൈഫിലേക്ക് വരുമ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എനി ചേഞ്ച് ദാറ്റ് ഇൻക്രീസസ് ദ വോയ്സ് ആൻഡ് ഇമ്പാക്ട് ഓഫ് ദെയർ വോയ്സ് such as girls' education and women's ability to earn and നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് an independent income has the effect of sharply reducing child bearing. അപ്പം സ്ത്രീകൾക്ക് സ്കൂളിംഗ് കിട്ടിയതുകൂടി അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സ്ത്രീകൾ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയാലുണ്ടാകുന്ന പ്രോബ്ലംസെ കുറിച്ചൊക്കെ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ചർച്ച നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സ്ത്രീകൾക്ക് പലപ്പോഴും ഫാമിലി റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്ത്രീകൾക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ കിട്ടിയതുകൊണ്ടാണെന്നും അല്ലെങ്കിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ് പണ്ടത്തേക്കാൾ കൂടുതൽ ഇന്ന് ഡിവോഴ്സസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാമിലിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെയുള്ള ഡിബേറ്റ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. നമുക്കെല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ ഇവിടെ റൈറ്റർ പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ അദ്ദേഹം പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഇൻകം ഉണ്ടായതുകൊണ്ട് അവർക്ക് ഫാമിലിയിൽ ഒരു വോയിസ് ഉണ്ടാവുന്നു എന്നും അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറയാൻ പറ്റുന്നുവെന്നും ഒക്കെയുള്ള നല്ല വശങ്ങളാണ് അദ്ദേഹം ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ബംഗ്ലാദേശിൻ്റെ കാര്യം അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്. ബംഗ്ലാദേശിൻ്റെ കുറേ കണക്കുകൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നമുക്കങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അങ്ങനെ പോയിന്റായിട്ട് ഓരോ എത്ര പെർസെൻറ്റേജ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബംഗ്ലാദേശ് see fall in total fertility rate from nearly 7 children not long ago to 2.2 now. അപ്പോൾ ഒരു 7 ചിൽഡ്രൻ അവരുടെ ആ റേഷ്യോ വളരെ താഴേക്ക് വന്നിട്ടുണ്ട്. മുൻപൊക്കെ സ്ത്രീകൾക്ക് അവർ എഡ്യൂക്കേറ്റഡ് അല്ലാത്തത് കൊണ്ടും അവർക്ക് പ്രത്യേകിച്ച് ലൈഫിൽ എന്താണ് ഒരു വോയിസും ഫാമിലി ഡിസിഷൻസിലൊന്നും വോയിസൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ ജോലി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു, അവരെ നോക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമായിരുന്നു. അല്ലാതെ ഒരു പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആവുക, ജോലി ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും അവർ ചിന്തിച്ചിരുന്നതേ ഇല്ല. സോ ഇപ്പോൾ അതിൻ്റെ നമ്പർ കുറഞ്ഞിരിക്കുന്നു. ബിക്കോസ് സ്ത്രീകൾക്ക് ഒരു വോയിസ് ഉണ്ടായി, അവർ ഇൻഡിപെൻഡൻ്റ് ആയി എന്നാണ് അദ്ദേഹം പറയുന്നത്. കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ വരെ ആ ഒരു കുറവ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഉള്ള കുഞ്ഞുങ്ങളുടെ ഹെൽത്തിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് അമ്മമാർ എത്ര ബോധേർഡ് ആണ്, അവർ എത്ര എഡ്യൂക്കേറ്റഡ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഓൾ ദീസ് റേഷ്യോസ് അദ്ദേഹം പറഞ്ഞ ഈ റേറ്റ്സ് ഒക്കെ തന്നെ സ്ട്രോങ്ലി കണക്റ്റഡ് വിത്ത് ദ പവർ ഓഫ് വിമൻ ടു ഗെയിൻ മോർ കൺട്രോൾ ഓഫ് ദെയർ ലൈഫ്സ് ആൻഡ് ബോത്ത് ഗേൾസ് എഡ്യൂക്കേഷൻ ആൻഡ് വിമൻസ് ഔട്ട്സൈഡ് എംപ്ലോയ്മെന്റ് ഹാവ് ഡൺ മച്ച് ടു ഈൽഡ് ദാറ്റ് റിസൾട്ട്. അപ്പോൾ ഈ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ ആൻഡ് അവരുടെ ഔട്ട്സൈഡ് എംപ്ലോയ്മെന്റ് അതെല്ലാം അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. I should also note here that even China's shift from high fertility to below replacement fertility can in many cases be more easily explained in women's having more say. ഈവൻ ചൈനയുടെ പോളിസി ഉണ്ടല്ലോ, അവരുടെ പോളിസീസ് വൺ ചൈൽഡ് പോളിസി എന്ന് പറയുന്ന പോളിസി പോലും അദ്ദേഹം പറയുന്നത് ശരിക്കും ഗവൺമെൻറ് ഒരു പോളിസി കൊണ്ടുവന്നുകൊണ്ട് മാത്രമല്ല അതവിടെ പോസിബിൾ ആയത്. ബിക്കോസ് അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്, സ്ത്രീകൾക്ക് അവിടെ ഒരു വോയിസ് ഉണ്ടായിരുന്നു. ദേ ഹാവ് മോർ സേ ആൻഡ് മോർ പവർ ഇൻ ഫാമിലി ലൈഫ്. അതുകൊണ്ടാണ് അവിടെ സ്ത്രീകൾ എഡ്യൂക്കേറ്റഡ് ആയി അവർക്കൊരു വോയിസ് ഉണ്ടായത് കൊണ്ടാണ് ഈ പറഞ്ഞ വൺ ചൈൽഡ് പോളിസിയൊക്കെ പലപ്പോഴും അവിടെ നടപ്പാക്കാൻ
പറ്റിയത് എന്ന് റൈറ്റർ പറയുന്നു. ഹെൽപ്പ് ബൈ എഡ്യൂക്കേഷൻ ആൻഡ് ഗ്രേറ്റർ എക്കണോമിക് ഇൻഡിപെൻഡൻസ്. സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായി, അതോടുകൂടി അവർക്ക് എക്കണോമിക് ഇൻഡിപെൻഡൻസും ഉണ്ടായി. സോ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഡ്രക്കോണിയൻ കമ്പൽഷൻ എന്ന് പറയുന്നത് എക്സസീവ്ലി സിവിയർ ആയിട്ടുള്ള ഒരു കമ്പൽഷൻ, വൺ ചൈൽഡ് പോളിസി എന്നുള്ളൊരു കമ്പൽഷൻ ഉണ്ടായപ്പോൾ അത് നടപ്പാകാൻ അല്ലെങ്കിൽ അതിനെ അത് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിച്ചത് പലപ്പോഴും ഫാമിലിയിലെ സ്ത്രീകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് അവർക്ക് എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടായതുകൊണ്ടാണ്, അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ കിട്ടിയത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ എക്സ്പാൻഷൻ ഓഫ് വിമൻ സ്കൂളിംഗ് ഹാസ് contributed to a significant reduction in fertility rates. ഇന്ത്യയിലെ കേസാണ് അദ്ദേഹം പറയുന്നത്. ഒരു ആവറേജ് ഓഫ് 2.4 ചിൽഡ്രൻ പെർ ഫാമിലി ഫോർ ദി എൻറ്റയർ കൺട്രി ഇസ് സ്റ്റിൽ എബോവ് ദ റീപ്ലേസ്മെൻറ്റ് ലെവൽ. 2.1 എന്നുള്ള റീപ്ലേസ്മെൻറ്റ് ലെവലിനും എബോവ് ആണ് ഇപ്പോഴും. അന്ന് അദ്ദേഹം എഴുതുമ്പോഴും ഇന്ത്യയിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് 2.4 എന്നുള്ളത്. ഇത് ഒരു വലിയ ഫോളാണ്, ഏർലിയർ റേറ്റ്സിന് വലിയൊരു ഫോളാണ് എന്ന് അദ്ദേഹം പറയുന്നു. ആൻഡ് the 9 of the 20 largest states of India have fertility rates now that are below the replacement level. Replacement level എന്ന് പറയുന്നത് population replaces itself from one generation to the next. അല്ലേ, പോപ്പുലേഷൻ ഇങ്ങനെ റീപ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഒരു ജനറേഷനിൽ നിന്ന് അടുത്തതിലേക്ക്. ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അന്ന് 2.1 എന്നുള്ളതാണ്, 2.1 ചിൽഡ്രൻ പെർ വുമൻ എന്നുള്ളതായിരുന്നു ആ ലെവൽ എന്ന് പറയുന്നത്. സോ വിച്ച് സീംസ് ടു റിഫ്ലക്ട് മെയിൻലി the impact of the increased power of women to influence decisions about bearing children. അതിന് സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ വളരെ ഹെൽപ്പ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം പോലെ തന്നെയാണ് ഇന്ത്യയിലെ കേസും. പക്ഷേ വിമൻസ് എഡ്യൂക്കേഷൻ ഡസ് നോട്ട് സീം ടു ബി ആഡിക്വേറ്റ്ലി എഫക്റ്റീവ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് ഗീവിങ് ബർത്ത് ടു ഗേൾസ്, ഈ ചൈൽഡ് കൺട്രോളിലൊക്കെ അല്ലെങ്കിൽ ബർത്ത് കൺട്രോളിലൊക്കെ സ്ത്രീകളുടെ വോയിസ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ എതിരെ എത്ര എഡ്യൂക്കേറ്റഡ് ആണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാലും അതങ്ങനെ അങ്ങോട്ട് കുറയ്ക്കാൻ പല സ്ഥലത്തും പറ്റിയിട്ടില്ല എന്നാണ് റൈറ്റർ പറയുന്നത്. റെഡ്യൂസിങ് ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് ഗീവിങ് ബർത്ത് ടു ഗേൾസ്. പെൺകുഞ്ഞുങ്ങൾ ജനിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവരോടുള്ള ഡിസ്ക്രിമിനേഷൻ, ഇതിലൊക്കെ വിമൻസ് എഡ്യൂക്കേഷൻ എത്ര ഹെൽപ്ഫുൾ ആയിട്ടുള്ളതെന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ബട്ട് ഇറ്റ് ബി എ മിസ്റ്റേക്ക് നോട്ട് ടു അപ്രീഷിയേറ്റ് ദാറ്റ് വാട്ട് ഫീമെയിൽ എഡ്യൂക്കേഷൻ ക്ലിയർലി ഡസ് അച്ചീവ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് വശങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ഫീമെയിൽ എഡ്യൂക്കേഷൻ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, അറ്റ് ദ സെയിം ടൈം അതിന് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് പറയുന്നു. So it is important to ask why women's education and the corresponding enhancement of women's voice and influence in family decisions have not done much to eliminate selective abortion of female fetuses. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണ് ഇന്ത്യയിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാലും, ഇത്രയും അവർ ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞാലും, എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി ഡിസിഷൻസിൽ ഈ സെലക്റ്റീവ് അബോർഷൻസ് ഓഫ് ഫീമെയിൽ ഫീറ്റസസ് ഇല്ലാതാക്കാൻ പറ്റാതായി പോയത്? അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ അദ്ദേഹം പറയുന്നത് എഡ്യൂക്കേറ്റഡ് മദേഴ്സ് സീം ക്ലിയർലി ലെസ് ഇൻക്ലൈൻഡ്, സ്ലോപ്പിംഗ് ഉള്ള മീനിങ് ആണ്, ടു നെഗ്ലക്ട് ഗേൾസ് കമ്പയർഡ് വിത്ത് ബോയ്സ് വൺ ദേ ഹാവ് ബീൻ ബോൺ. But they seem almost as keen on having boys rather than girls as uneducated mothers are. ഒരു വ്യത്യാസവും ഇല്ല എഡ്യൂക്കേറ്റഡ് മദേഴ്സും അൺഎഡ്യൂക്കേറ്റഡ് മദേഴ്സും തമ്മിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തിൻ്റെ കേസിലാണ്? അവർക്ക് ഇപ്പം ജനിക്കുന്ന ഒരു പെൺകുഞ്ഞാണെങ്കിൽ അമ്മമാർ കൂടുതൽ അതിനോട് ചിലപ്പം ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കില്ല, ഒരുപോലെ തന്നെ ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും നോക്കും. പക്ഷേ അവരുടെ മനസ്സിൽ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഒരു ആഗ്രഹം, അത് എഡ്യൂക്കേറ്റഡ് മദറിനാണെങ്കിലും അൺഎഡ്യൂക്കേറ്റഡ് മദറിനാണെങ്കിലും അത് സെയിം ആണെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അവരുടെ ആഗ്രഹം ഒരു ഫസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു ബോയ് ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ അതൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഓഫ് എൻലൈറ്റൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ട്രഡീഷണൽ വാല്യൂസ് ബിക്കം സെൻട്രൽ ആൻഡ് ഗോ ബിയോണ്ട് വിമൻസ് റോൾ ആൻഡ് ഇൻഫ്ലുവൻസ് ഇൻ ഫാമിലി ഡിസിഷൻസ്. ഇവിടെ സൊസൈറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും അമ്മമാരെ കൊണ്ട് ഇത് ചിന്തിപ്പിക്കുന്നത്. സൊസൈറ്റി പറയും, അയ്യോ ആദ്യത്തത് ആൺകുഞ്ഞല്ല അല്ലേ പെൺകുഞ്ഞാണ്, സോ അതൊരു കഷ്ടമാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാർ ഇന്നും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. നമ്മളത് കണ്ടില്ല എന്ന് വെച്ചിട്ട് കാര്യമില്ല. അത് അങ്ങനെയുള്ള ആൾക്കാരുള്ളത് കൊണ്ട് പലപ്പോഴും മദേഴ്സ് എന്ത് ചിന്തിച്ചു പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അതവരെ ഫോഴ്സ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, സോ ആ ട്രഡീഷണൽ വാല്യൂസുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ പലപ്പോഴും ഫാമിലിയിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ചിലപ്പം അവർ ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ടാകാം എന്ന്. There seems to be a lack of adequate awareness of the oddity of seeing girls as inferior to boys.
and a lack of knowledge about what happens in other places where such discrimination against girls is not present. പലപ്പോഴും നമ്മൾ പുറം ലോകം കാണാത്തതുകൊണ്ട് അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കാത്തത് കൊണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കപ്പെട്ട സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു നമ്മൾ കാണാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇന്നും ഈ ഒരു ചിന്താഗതി പല ആൾക്കാരും വെച്ച് പുലർത്തുന്നതാണ് അദ്ദേഹം പറയുന്നത്. കാരണം അവർക്ക് അറിയില്ല ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. നമ്മൾ ചുറ്റുപാടൊന്ന് നോക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് നോക്കി കണ്ട് മനസ്സിലാക്കണം എന്ന് അദ്ദേഹം പറയുന്നു. ആൻഡ് ഇതൊരു ഫസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് എടുക്കാം. ഇറ്റ്സ് എ ലെങ്തി വൺ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതുകൊണ്ട് ദിസ് ഇസ് എ ഫസ്റ്റ് പാർട്ട് ഓഫ് അവർ എസ്സേ. ഇത്രയും വെച്ച് നമുക്ക് ഒരു വീഡിയോയിൽ നമുക്ക് നിർത്താം. അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ ഒരു പാർട്ട് നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.